വാമപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി നെക്ക് സ്ട്രെച്ചിങ്. ഷോൾഡർ റൊട്ടേഷൻ. ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം. ഹിപ്പ് റൊട്ടേഷൻ. ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് ആംഗിൾ റൊട്ടേഷൻ. അടുത്തതായി ഫോർവേഡ് ലെഗ് കിക്ക്. സൈഡ് ലെഗ് റൈസ്. Wide leg toe touch and back stretching. ആദ്യമായി നമുക്ക് കോബ്ര പോസ് ചെയ്യാം. സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ എക്സസൈസ് ബാക്ക് പെയിൻ മാറാനും സഹായിക്കുന്നു. അടുത്തതായി ലൈയിങ് ലെഗ് റൈസ്. കൈ നിവർത്തിക്കൊണ്ട് ഇരുകാലുകളും ഉയർത്തി ഹോൾഡ് ചെയ്ത് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പരിശ്രമിക്കുക. ലോവർ ബാക്കിൽ സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം കാലിൻ്റെ ഭാരം ആബ്സിൽ ഫോക്കസ് ചെയ്യുക. പ്രത്യേകമായി ലോവർ ആബ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസാണിത്. കാലുയർത്തി ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻഹേൽ എക്സേൽ സാധാരണ രീതിയിൽ ചെയ്യാവുന്നതാണ്.
അടുത്തതായി സൈഡ് ലൈയിങ് ലെഗ് റൈസേഴ്സ്. ഔട്ടർ ഹിപ്സിനെയും ഗ്ലൂട്ട്സിനെയും ഒബ്ലിക്സിനെയും സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് 10 റെപ്സിൻ്റെ 2-3 സെറ്റുകളായി ചെയ്യാം. കാലുയർത്തുമ്പോൾ എക്സേൽ, താഴേക്ക് ഇൻഹേൽ. അടുത്തതായി സിംഗിൾ ലെഗ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. 10 റെപ്സിൻ്റെ 2-3 സെറ്റുകളായി ചെയ്യാം. ഹിപ്പ് ഉയർത്തുമ്പോൾ എക്സേൽ, താഴേക്ക് ഇൻഹേൽ. ഈ എക്സസൈസ് ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്സ് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതോടൊപ്പം ഹിപ്പ് സ്റ്റെബിലിറ്റി, മൊബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം ലോവർ ബാക്ക് പെയിൻ മാറാനും സഹായിക്കുന്ന വർക്കൗട്ടാണിത്. അടുത്തതായി നമുക്ക് സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യാം. മുട്ടുകാലിലും ലോവർ ബാക്കിലും സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടുകാൽ അധികം മുന്നോട്ട് ബെൻഡാകാതെ അപ്പർ ബാക്ക് നിവർത്തി വെച്ചുകൊണ്ട് സ്ക്വാട്ട് ചെയ്യാം. താഴേക്ക് ഇൻഹേൽ, പൊങ്ങുമ്പോൾ എക്സേൽ. അതോടൊപ്പം നിങ്ങളുടെ ഹിപ്പ് പരമാവധി ബാക്കോട്ട് നിർത്തി സ്ക്വാട്ട് ചെയ്യുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൃത്യമായി നിങ്ങളുടെ കാലിൽ മാത്രമായിരിക്കട്ടെ. 10 റെപ്സിൻ്റെ 3-4 സെറ്റുകളായി ചെയ്യാം. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ ബാക്കിലും അതുപോലെ മുട്ടുകാലിലും സ്ട്രെയിൻ ആകാതെ ശ്രദ്ധിക്കണം. താഴേക്ക് ഇൻ, ഉയരുമ്പോൾ എക്സേൽ.
സ്ക്വാഡ് വർക്കൗട്ടിന് ശേഷം ക്വാഡ്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യുന്നത് പെയിൻ കുറയാൻ സഹായിക്കും. ഇപ്രകാരം ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തു നിന്നുകൊണ്ട് സ്ട്രെച്ച് ചെയ്താലും മതി. അടുത്തതായി നമുക്ക് സൈഡ് പ്ലാങ്ക് ചെയ്യാം. ഈ എക്സസൈസ് നമ്മുടെ ഗ്ലൂട്ട്സ്, ഹിപ്സ്, ഷോൾഡേഴ്സ് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുന്നു. നിങ്ങളുടെ ഷോൾഡറിൽ സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം 5 റെപ്സിൻ്റെ 2 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി ഗ്ലൂട്ട് കിക്ക് ബാക്സ്. ഇത് നമ്മുടെ ഗ്ലൂട്ടൽ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നു. കാല് ഉയർത്തുമ്പോൾ എക്സേൽ, താഴേക്ക് ഇൻഹേൽ. 20 റെപ്സിൻ്റെ 3 സെറ്റുകളായി ചെയ്യാം. അവസാനമായി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് സമയം വരെ ബ്രീത്തിങ് എക്സസൈസിനായി ഉപയോഗിക്കാം. ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം. ഡെൽറ്റ് സ്ട്രെച്ച് ചെയ്യാം. ട്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യാം. ബൈസെപ്സ് ആൻഡ് ഫോർആം സ്ട്രെച്ചിങ്. ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ക്വാഡ്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യാം. അവസാനമായി ഹാംസ്ട്രിങ്സ് ആൻഡ് കാഫ്.